ഹായ് ഹലോ വെൽക്കം ടു ഫുഡ് ട്രക്ക് മലബാർ. അപ്പോൾ നമുക്കിന്ന് നല്ല ഈസി ആയിട്ട് അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് മന്തീൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1.5 kg ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്കായ്, പൂവ്, കറുവപ്പട്ട, 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി, 1.5 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, ഒരു വലിയ ക്യാപ്സിക്കം കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത്, 2 വലിയ തക്കാളി പേസ്റ്റ് ചെയ്തത്, 2 വലിയ പച്ചമുളക് ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 3 മാഗി ക്യൂബ്, 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം കൈ വെച്ചിട്ട് കുഴച്ച് ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതിൽ നമുക്ക് ഉപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 മാഗി ക്യൂബാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 2 ഡ്രൈ ലെമണും കൂടി ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ കറക്റ്റ് ഒരു 5 വിസിൽ വേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന ബീഫിന് അനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണം കൂട്ടുക കുറയ്ക്കുക ചെയ്യണം. അപ്പോൾ നമുക്ക് റൈസ് ഉണ്ടാക്കാനുള്ള സെല്ല ബസ്മതി റൈസ് ഇവിടെ എടുത്ത് വെക്കാം. ഞാനിവിടെ 1 kg റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഒരു 10 മിനിറ്റെങ്കിലും സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് റൈസ് കുക്ക് ചെയ്യാനുള്ള പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക, ഏലക്കായ്, കറുവപ്പട്ട, പൂവ്, കുറച്ച് പച്ചമല്ലി, 1/2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ വെള്ളം നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ബസ്മതി റൈസ് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മളിത് ഡ്രെയിൻ ചെയ്തിട്ടാണ് വെക്കുന്നത്. വെള്ളം നല്ലോണം ഊറ്റിയെടുത്തിട്ട് ആണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചധികം വെക്കണം. അപ്പോൾ ഒരു 95% റൈസ് കുക്കായി കഴിഞ്ഞാൽ നമുക്കിത് ഡ്രെയിൻ ചെയ്ത് മാറ്റാം. അപ്പം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ബീഫെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. പ്രഷറെല്ലാം കളഞ്ഞിട്ട് ഇതിൻ്റെ അകത്തുള്ള ഈ സ്റ്റോക്കും ബീഫും ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. ഈ ഒരു പാർട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യേണ്ട ഒരു പാർട്ടാണ്. കാരണം ഈ ഒരു ബീഫിൻ്റെ സ്റ്റോക്കും നമ്മൾ ചേർത്ത എല്ലാ സ്പൈസസും പൗഡേഴ്സും എല്ലാം കൂടി മിക്സ് ആയിട്ട് കിടക്കുന്ന ഈ ഗ്രേവി ആണ് നമ്മളെ മന്തീൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഈ ഒരു ഗ്രേവി നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി. ഇത് ഓപ്ഷണലാണ്, പക്ഷേ നമുക്ക് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഗ്രേവി ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ കൊടുത്തിട്ട് ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് റൈസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരത്തെ മാറ്റി വെച്ച ബീഫ് നമുക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. നമ്മളെടുക്കുന്ന ഈ ഒരു ബീഫ് ഈ എണ്ണയിലൊക്കെ കിടന്ന് കുറച്ച് നേരം നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഈ ഒരു ബീഫിന് നല്ലൊരു ബ്ലാക്ക് കളറാകുന്നത് വരെ നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ഒരു 2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബീഫെല്ലാം ഇവിടെ നല്ല ബ്ലാക്ക് കളറിൽ സെറ്റായിട്ടുണ്ട്. ഇത് നല്ലോണം ഫ്രൈ ചെയ്ത് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ റൈസെല്ലാം ഇവിടെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ആ ഒരു തിക്ക് ഗ്രേവി ഈ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് സെറ്റ് ചെയ്യുക. ഫുള്ളായിട്ട് ഒഴിക്കേണ്ട. നമുക്ക് റൈസ് മേലെ ഇട്ടിട്ട് ഇതേ സെയിം പ്രോസസ്സ് തന്നെ മേലേക്കും ചെയ്യണം. അപ്പോൾ കുറച്ച് മാത്രം ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ റൈസും ഈ ഒരു ഗ്രേവിയും ഒരു 3 ലെയറായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് മുഴുവനായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് എല്ലാം ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ
ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് സ്മോക്കി ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് 2 ചാർക്കോൾ കത്തിച്ചിട്ട് സെൻറ്ററിലായിട്ട് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. ഞാനിവിടെ ചെയ്തിട്ടില്ല. അല്ലാണ്ട് തന്നെ ഈ മന്തിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇതിൻ്റെ മേലെ ഞാൻ 3 പച്ചമുളക് ജസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മന്തി ഇവിടെ സെറ്റാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ദം ചെയ്തെടുക്കുക. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ മന്തി ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിത് റൈസും ബീഫെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് അടിയിൽ നിന്ന് നല്ലോണം കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണം സെർവ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈ ഒരു ബീഫെല്ലാം ഒന്ന് സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് നീക്കി വെച്ചിട്ട് അടിയിൽ നിന്ന് റൈസും ആ ഒരു ഗ്രേവിയും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ബീഫും റൈസും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഗ്രേവിയിൽ ഈ ഒരു റൈസ് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ റൈസെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കുക്ക് ആയത്, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ബീഫ് കട്ട് ചെയ്യുന്നപ്പോൾ കുറച്ചും കൂടി വലിയ സൈസായിട്ടൊന്ന് കട്ട് ചെയ്യാൻ നോക്കുക. ഞാനിവിടെ ചെറിയ ചെറിയ പീസാണ് എടുത്തത്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.